ഹായ്, ഹൗ ആർ യു? എല്ലാവർക്കും സുഖമാണോ? ചെറിയൊരു ഗ്യാപ്പ് വന്നു. വീട്ടിലെല്ലാവർക്കും അത്ര സുഖമൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പം അത് കാരണമാണ് ഈ ഗ്യാപ്പ് വന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താ വെച്ചാൽ ബീങ് കമ്പാഷനേറ്റ്. അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാമോ? കമ്പാഷനേറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ, നിങ്ങൾക്ക് അറിയാവുന്നതോ അറിയാൻ മേലാത്തതോ ഒരാളായിക്കോട്ടെ, തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ കരയുക, കുറച്ചു നേരം നിങ്ങളത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്നാ പറ്റി എന്ന് ചോദിക്കാനായിട്ടുള്ളൊരു ഏർജ്, അല്ലെങ്കിൽ സാരമില്ല എന്ന് പറയാനുള്ളൊരു ഏർജ് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ കമ്പാഷനേറ്റ് അല്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ആൾക്കാർ ഒരു മെഡിക്കൽ പ്രൊഫഷനിലോട്ട് വന്നാലോ? ഐ എം ടോക്കിംഗ് അബൌട്ട് ദ എക്സ്പീരിയൻസസ് ഐ ഹാഡ്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ കണ്ടതാണ് ഓരോരോ സിസ്റ്റേഴ്സിൻ്റെ മാനറിസംസ് കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നിയത്. മേ ബി അംറ്റീൻ നമ്പർ ഓഫ് കാര്യങ്ങൾ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. മേ ബി സാലറി കുറവായിരിക്കാം, വീട്ടിലെന്തെങ്കിലും തിരക്കുകൾ ഉണ്ടാവാം, ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. ബട്ട് വൺസ് യു ആർ ഇൻ ദാറ്റ് പ്രൊഫഷൻ, once you are with a patient, that job requires compassion. ഇപ്പം ഞാനിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഐ ആം an HR പ്രൊഫഷണൽ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മാതിരി വർക്കേഴ്സിൻ്റെ മനസ്സ് മനസ്സിലാക്കി അവരെയും പിണക്കാൻ പറ്റില്ല, മാനേജ്മെൻറ്റിനെയും പിണക്കാൻ പറ്റില്ല. അതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്ന ഒരാളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ അതിൻ്റെതായ ക്വാളിറ്റീസ് പൊസസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും അടി കിട്ടും. സിമ്പിൾ. ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്ടറുടെയും പേഷ്യൻറ്റിൻ്റെയും നടുക്ക് നിൽക്കുന്ന ആളാണ് നഴ്സ്. ഷീ ഷുഡ് പൊസസ് ദ എബിലിറ്റി ടു കൺവിൻസ് ബോത്ത് ദ ഡോക്ടർ ആൻഡ് ദ പേഷ്യൻറ്റ്. നേരെ മറിച്ച് അവരുടെ മുമ്പിൽ സഫർ ചെയ്യുന്ന ഒരു ഏത് ബീറ്റ് വാട്ട് എവർ ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് ആയിക്കോട്ടെ, നമ്മൾക്ക് മെൻ്റലി എത്ര പ്രോബ്ലം, നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ദാറ്റ് വി ഷുഡൻറ്റ് ബ്രിങ് ദാറ്റ് ഇൻ ടു ആർ പ്രൊഫഷൻ. ശരിയാണ്, നമുക്ക് ചില ദിവസം നല്ല മൂഡായിരിക്കില്ല എന്നത് കൊണ്ട് അത് നമ്മൾ നമ്മുടെ കൊളീഗ്സ് അല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷനിൽ പോയിരിക്കുമ്പോൾ നമ്മളുടെ ഒപ്പമുള്ളവരോടോ നമ്മുടെ ജൂനിയേഴ്സിനോടോ അത് കാണിക്കാൻ പാടില്ല. അവരെന്തിനാന്നേ നമ്മളുടെ പേഴ്സണൽ പ്രോബ്ലംസ് ബെയർ ചെയ്യുന്നേ. അങ്ങനെ മൂഡ് ശരിയല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ നമുക്ക് വേണ്ടി എടുത്ത് നമ്മുടെ മൂഡൊന്ന് സെറ്റാക്കി വൺസ് യു ഓപ്പൺ ദ ഡോർ, ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ചെല്ലുക. ആ രോഗി അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ വേദനകളും ബുദ്ധിമുട്ടുകൾക്കും സാരമില്ല എന്നൊരു വാക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചെലവില്ലാത്തൊരു കാര്യമാണ്. ഒരു ചെറിയ പുഞ്ചിരി, a pat on the shoulder മതി, അത്രയും മതി. ജെന്റിലായിരിക്കുക. നമുക്കറിയാം ആ വാർഡിലുള്ള ബാക്കി റൂമുകളിലെല്ലാം പോയി ഇഞ്ചക്ഷൻ കൊടുക്കണമായിരിക്കാം, തിരക്കാണ്, ശരിയാണ്. പക്ഷേ ചില നേഴ്സുമാരെ നമ്മൾ ആശുപത്രി വിട്ടാലും മറക്കൂല. കാരണം അവർക്ക് ആ ഒരു ഇൻബോൺ കഴിവുണ്ട്. അവരത്ര ജെന്റിലായിരിക്കും, അത്ര സ്നേഹത്തോടെ ആയിരിക്കും. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ അവരോട് ബൈ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ചിലവരെയും നമ്മൾ മറക്കത്തില്ല. അമ്മാതിരി സ്വഭാവമായിരിക്കും അവർ നമ്മളെ അടുത്ത് കാണിച്ചിട്ടുണ്ടാവുക. സോ മൈ ഡിയർ, ഭൂമിയിലെ മാലാഖമാരെന്നല്ലേ വിളിക്കുന്നേ, മാലാഖമാരാവുന്നു. ചിലവരുടെ ചിറക്ക് അങ്ങോട്ട് വിടുത്തിയിട്ടില്ല, ചിലവരുടെ വിടുത്തിയിട്ടുള്ളൂ. ഞങ്ങളെ കൊണ്ട് പറ്റും. എത്ര തിരക്കാണെങ്കിലും ഡോക്ടേഴ്സിനേക്കാളും കൂടുതൽ നിങ്ങൾക്കാണ് ആശ്വാസം കൊടുക്കാൻ പറ്റണേ രോഗികൾക്ക്. സോ ട്രൈ ടു ഡു ദാറ്റ് ആൻഡ് ബി ഹാപ്പി ആൻഡ് ബി പോസിറ്റീവ്. രോഗികളുടെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങളും ഉണ്ടാവും, ഡോക്ടേഴ്സ് മാത്രമല്ല. സോ ദിസ് ഇസ് ദ ടിപ്പ് ഫോർ ദ ഡേ. വേറെ ആരെക്കുറിച്ചും പറയുന്നില്ല. യൂഷ്വലി ഞാനിടുന്ന വീഡിയോസ് എല്ലാം ഞാൻ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാട്ടോ. ഒരു സ്പെസിഫിക് ഇതിനെക്കുറിച്ച് മാത്രം എന്നില്ല. ഞാൻ ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യത്തിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന റിവ്യൂസ് മാത്രമാണ് ഞാൻ ഇടുന്നത്. ചിലവർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പം അങ്ങനെയൊക്കെ പറയണേ എന്തിനാ, വലിച്ചു നീട്ടി എക്സാജറേറ്റ് ചെയ്യുവാണോ, ആൾക്കാർ ബോറടിപ്പിക്കുന്നത് എന്തിനാ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതാണ് എൻ്റെ രീതി. ഐ നോട്ട് കമ്പലിങ് എനിവൺ ടു വാച്ച് മൈ വീഡിയോസ്. പക്ഷേ എനിക്കിതൊക്കെ പറഞ്ഞു വന്നെങ്കിൽ ഒരു ഇച്ചിരി സമയം എടുക്കും. അല്ലാണ്ട് ഈ പറഞ്ഞ മാതിരി എല്ലാവരും പറഞ്ഞ പോലെ 1, 2, 3 ദീസ് ആർ ദ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ക്ലീഷയായിട്ട് അങ്ങനെ പറയാൻ എനിക്ക് അറിയാൻ മേല. ഇച്ചിരി പരത്തി പറയേണ്ടത് ഇച്ചിരി പരത്തി തന്നെ പറയണം. കുഞ്ഞാക്കി പറയേണ്ടതൊക്കെ കുഞ്ഞാക്കി പറയുകയും ചെയ്യണം. നമ്മൾ ഇച്ചിരി പരത്തി പറയുന്ന ആളാണ്.
കുഞ്ഞതായിട്ട് പറയുന്നത് എനിക്കറിയാൻ മേല. അപ്പം ഇന്നത്തെ ദിവസം എല്ലാവർക്കും നന്നായിട്ടാവട്ടെ. ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരത്തി പറയണ സംഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. So be happy and be positive. Bye for now.